സർവേശ മമ സാദര പ്രണാമഃ. എല്ലാ കൂട്ടുകാർക്കും സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാത്തിമ. യെസ്, നമ്മൾ 9ാം ക്ലാസ്സിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേസ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. യെസ്, അപ്പൊ നമുക്ക് നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ എസ്സേസ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഏകകത്തിൽ നിന്ന് പര്യാവരണ സംരക്ഷണത്തെ കുറിച്ച്, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു എസ്സേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലെ, ഒരു ടിപ്പണി നോക്കാം. അസ്മാകം പ്രപഞ്ച അത്യന്തം സുന്ദരഃ അസ്തി. നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെയധികം സുന്ദരിയാണ്, അല്ലെങ്കിൽ സൗന്ദര്യം നിറഞ്ഞതാണ് അല്ലെ. നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് വളരെ സുന്ദരിയാണ്, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവളാണ്. അസ്മിൻ പ്രപഞ്ചേ പർവതാഹ നദ്യഹ വനാനി സമുദ്രാഹ പശവഹ പക്ഷിണഹ ച സന്തി. എന്തൊക്കെയുണ്ട്? അസ്മിൻ പ്രപഞ്ചേ, നമ്മുടെ പ്രപഞ്ചത്തിൽ പർവതാഹ പർവ്വതങ്ങളുണ്ട്, നദ്യഹ നദികളുണ്ട്, വനാനി കാടുകളുണ്ട് അല്ലെ, കാടുകളുണ്ട്, സമുദ്രാഹ എന്താണ് സമുദ്രങ്ങളുണ്ട്, കടലുകളുണ്ട്, പശവഹ, പശവഹ എന്ന് പറഞ്ഞാൽ പശു എന്നുള്ള അർത്ഥമല്ല, മൃഗങ്ങളാണ്, മൃഗങ്ങൾ. ഇപ്പൊ മൃഗങ്ങളുണ്ട്, പക്ഷിണഹ പക്ഷികളുണ്ട്, സന്ധി ഇവരൊക്കെ ഉണ്ട്. ആരൊക്കെയുണ്ട്? നമ്മുടെ പ്രപഞ്ചത്തില്, നമ്മുടെ പ്രകൃതിയില് പർവ്വതങ്ങളുണ്ട്, നദികളുണ്ട്, അതുപോലെ തന്നെ കാടുകളുണ്ട്, സമുദ്രങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ഇവരൊക്കെ തന്നെയുണ്ട് അല്ലെ. മാനവ ജീവനസ്യ ആധാരഃ പ്രകൃതി ഏവ അസ്തി. മാനവ ജീവനസ്യ ആധാരഃ, മനുഷ്യന്റെ, മാനവഃ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ, മനുഷ്യ ജീവിതത്തിന്റെ ആധാരമാണ് പ്രകൃതി എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ആധാരമാണ് പ്രകൃതി. പ്രകൃതൗ പഞ്ചമഹാഭൂതാനി സന്ധി. പ്രകൃതിയില് എന്തുണ്ട്? പഞ്ചമഹാഭൂതങ്ങളുണ്ട്. പഞ്ചമഹാഭൂതങ്ങള് പ്രകൃതിയിലുണ്ട്. താനി, അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. താനി പൃഥ്വി ആപ തേജ വായു ആകാശം. പൃഥ്വി ആപ തേജ വായു ആകാശം. ഓക്കെ, പഞ്ചമഹാഭൂതങ്ങൾ ഏതൊക്കെയാണ്? പൃഥ്വി ആപ തേജ വായു ആകാശമാണ്. ഏതാനി പഞ്ചമഹാഭൂതാനി ജീവനായ അത്യാവശ്യകാനി സന്ധി. ഈ പഞ്ചമഹാഭൂതങ്ങളൊക്കെ തന്നെയും നമുക്ക് ജീവിക്കാൻ വേണ്ടി വളരെ അത്യാവശ്യമാണ്. ഈ പൃഥ്വി എന്ന് പറയുന്നത് എന്താണ്? പൃഥ്വി എന്ന് പറയുന്നത് ഭൂമിയാണ് അല്ലെ. അതുപോലെ ആപ തേജ വായു, വായു നമുക്ക് വേണ്ടേ, തേജ വെളിച്ചം വേണ്ടേ അല്ലെ, പ്രകാശം വേണ്ടേ, ആകാശം വേണ്ടേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. പൃഥ്വി അസ്മഭ്യം അന്നം ദദാതി. ഭൂമി നമുക്ക് എന്ത് നൽകുന്നു? അന്നം നൽകുന്നു എന്നാണ്, ഭക്ഷണം നൽകുന്നു അല്ലെ. പൃഥ്വി അസ്മാഭ്യം അന്നം ദദാതി, നമുക്ക് ഫുഡാണ് തരുന്നത്, അന്നമാണ് നൽകുന്നത്. ജലം ജീവനസ്യ ആധാരഃ അസ്തി. ജലം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ആധാരമാണ്. അഗ്നിഹി അല്ലെങ്കിൽ തേജഃ ഊർജം ദദാതി. എന്താണ് നൽകുന്നത്? അഗ്നി എന്ത് നൽകുന്നു? ഊർജമാണ് നൽകുന്നത്. വായുഹു ശ്വാസായ ആവശ്യകഃ അസ്തി. വായു നമുക്ക് എന്ത് നൽകുന്നു? ശ്വസിക്കാൻ വേണ്ട ഇമ്പോർട്ടന്റ് ഘടകമാണ് ഈ എന്താ വായു എന്ന് പറയുന്നത് അല്ലെ. വായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്, നിർബന്ധമാണ് അല്ലെ. എല്ലാവരും ശ്വസിക്കുന്നുണ്ട്, മൃഗങ്ങളും പക്ഷികളും ചെടികളും ഒക്കെ തന്നെയും ശ്വസിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇവിടെയും പറയുന്നത്, അത് വളരെ അത്യാവശ്യമാണ്. ആകാശം സർവേശാം സ്ഥാനം ബഹതി. എന്താണ്? ആകാശത്തിന് സർവേശാം എല്ലാത്തിന്റെയും സ്ഥാനം ഭവതി ഉണ്ട് അല്ലെ. ആകാശത്തിന് സർവേശാം എല്ലാവരുടെയും സ്ഥാനം ഭവതി. അദ്യ മാനവസ്യ സ്വാസ്ഥ്യ പൂർണ്ണ പ്രവൃത്തയ പര്യാവരണം ദൂഷിതം ഭവതി. എന്താണ് പറയുന്നത്? അദ്യ ഇന്ന് മാനവസ്യ മാനവരുടെ സ്വാർത്ഥപൂർണമായിട്ടുള്ള പ്രവർത്തികൾ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ വലിയ ആളാണ് എന്നുള്ള സ്വാർത്ഥപരമായിട്ട് ചിന്തിക്കുക, മറ്റുള്ളവരെ ഒന്നും നോക്കാതെ ഞാനാണ് ഭയങ്കരം എന്നുള്ള ഒരു രീതിയിൽ, ഓക്കെ, ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പര്യാവരണം എന്തായി മാറുന്നുണ്ട്? ദൂഷിതം ഭവതി, ദുഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നശിക്കുന്നു എന്നർത്ഥം. അന്തരീക്ഷ വായു മലിനീകരണം അദ്യ പ്രമുഖം പര്യാവരണ സമസ്യാസു അന്യതമം അസ്തി. ഇപ്പൊ അന്തരീക്ഷ വായു മലിനീകരണം, അന്തരീക്ഷത്തിലെ വായു മലിനീകരണം അല്ലെ, വായു മലിനപ്പെടുക എന്നുള്ളത് അദ്യ
അധ്യായം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രമുഖം പര്യാവരണ സമസ്യാസു അന്യതമം അസ്തി. പ്രമുഖമായിട്ടുള്ള പര്യാവരണ സമസ്യ എന്ന് പറയുന്നത് പ്രശ്നമാണ്. അപ്പൊ പര്യാവരണത്തിലെ ഒരു പ്രശ്നം അല്ലെ, അന്യതമം ഭവതി മറ്റൊന്നാണ്. എന്താണ് പറയുന്നത്? പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന, പരിസ്ഥിതിയെ മോശമായ രീതിയിൽ ഭവിക്കുന്ന ഒന്നാണ് അന്തരീക്ഷത്തിലെ വായു മലിനീകരണം എന്ന് പറയുന്നത്. വാഹനാനാം ധൂമഹ, അത് വായു മലിനീകരണത്തിലോട് ചേർന്ന് വരുന്നതാണ്. വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ധൂമഹ എന്താണ്? പൊടിപടലം. വാഹനത്തിൽ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ എന്ന് പറഞ്ഞാല് അതിന്റെ പുക അല്ലെ, വാഹനത്തിൽ നിന്ന് വരുന്ന വിഷവാതകം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ വാഹനങ്ങളെ എന്ന് പറയുന്നത് നമുക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മളുള്ളത്. അത്രയും വാഹനങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന പൊടിപടലം, അതുപോലെ വിഷവായവഹ വായുമണ്ഡലം ദൂഷയതി. ഇതൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അന്തരീക്ഷത്തെ മലിനമാക്കാൻ വേണ്ടിയിട്ട് വായുമണ്ഡലത്തെ തന്നെ ദൂഷയതി, ദുഷിപ്പിക്കുന്നു അല്ലെ. തേന മാനവസ്യ സ്വാസ്ഥ്യേ ബഹവഹ ദുഷ്പ്രഭാവാഹ ഭവതി. തേന, അതുകൊണ്ട് തന്നെ മാനവസ്യ സ്വാസ്ഥ്യേ, മാനവന്റെ സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ട്, ബഹവഹ ദുഷ്പ്രഭാവാഹ ഭവന്തി. നല്ലതാണെങ്കിലോ നമുക്ക് വണ്ടിയൊക്കെ നല്ലതാണ്, പക്ഷേ ഇതിന്റെയൊക്കെ പുക അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പൊടിപടലങ്ങളൊക്കെ തന്നെയോ ഇതിന്റെ ഒരു ധൂമമല്ല, ഈ ധൂമം മുഴുവനും അന്തരീക്ഷത്തില് കലരുകയും അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ദുഷ്പ്രഭാവമായിട്ടാണ് കണക്കാക്കുന്നത്. പർവ്വത ഖനനം അഭി പര്യാവരണസ്യ വിനാശസ്യ പ്രമുഖം കാരണമസ്തി. അപ്പൊ പർവ്വത ഖനനം എന്ന് പറയുന്നത് പർവ്വതത്തെ ഖനനം ചെയ്യുക. ഓക്കെ, നമ്മള് കരിങ്കലൊക്കെ പൊട്ടിക്കുക, അങ്ങനെയുള്ള പണികളിലൊക്കെ, ക്വാറികളിലൊക്കെ പണികളൊക്കെ ഏറ്റെടുക്കുന്ന ആൾക്കാരില്ലേ അല്ലെ. അപ്പൊ പർവ്വതങ്ങളെ ഇല്ലാതാക്കുക. അപ്പൊ കുന്നിടിക്കുക എന്ന് മനസ്സിലാക്കുക കേട്ടോ, കുന്നിടിക്കുക. അപ്പൊ ഈ പര്യാവരണസ്യ വിനാശസ്യ പ്രമുഖം കാരണം ഭവതി. പരിസ്ഥിതിയെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് പർവ്വതങ്ങളെ ഖനനം ചെയ്യുക. എന്നിട്ട് പര്യാവരണത്തിന് വിനാശസ്യ പ്രമുഖം കാരണം, നശിക്കാനുള്ള മറ്റൊരു കാരണമാണ്. പർവ്വതാനം അത്യധിക ഖനനേന വനാനി നശ്യതി. അപ്പൊ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു തൂണാണ് അല്ലെ, തൂണാണ്. അപ്പൊ ഈ പർവ്വതങ്ങളിൽ ഉണ്ടാകുന്ന ഇളക്കം അല്ലെങ്കിൽ പർവ്വതങ്ങളെ നശിപ്പിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യാണ് ചെയ്യുക? അവിടെ ഉണ്ടാകുന്ന വനങ്ങൾ മുഴുവനും നശിക്കും. പർവ്വതങ്ങൾ നശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മുടെ അവിടെ ആ ഒരു ഭാഗത്തുള്ള എല്ലാ വനങ്ങളും നശിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ വനാനി നശ്യന്തി, വനങ്ങൾ നശിക്കും. ഭൂമിക്ഷയ ഭവതി, എന്നിട്ട് എന്തുണ്ടാവും? ഭൂമിക്ഷയ, ഭൂമി ഇങ്ങനെ ക്ഷയിച്ച് വരികയാണ് ചെയ്യുക. പശു പക്ഷീനാം ആവാസ സ്ഥാനാനി ച നഷ്ടാനി ഭവതി. അപ്പൊ മരങ്ങൾ നശിക്കുന്ന സമയത്ത് അല്ലെ, മരങ്ങളില്ലാതാവുമ്പോൾ പശുക്കളും അതുപോലെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ തന്നെയും ആവാസസ്ഥാനം, അതൊക്കെ താമസിക്കുന്ന ആ ഒരു ആവാസസ്ഥാനം നഷ്ടാനി ഭവന്തി, നശിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കുന്നിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? മരങ്ങൾ ഒക്കെ തന്നെ നശിക്കുന്നു. മരങ്ങളൊക്കെ നശിക്കുന്ന സമയത്ത് അതിനെ ആശ്രയിച്ചിട്ടുണ്ടാകുന്ന പക്ഷികളും മൃഗങ്ങളും ഒക്കെ തന്നെ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അതഹ പർവ്വതാനാം സംരക്ഷണം കരണി, അതുകൊണ്ട് തന്നെ പർവ്വതങ്ങളെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. പര്യാവരണ സംരക്ഷണായ വൃക്ഷാരോപണം കരണീയം. എന്ത് ചെയ്യാം? പര്യാവരണത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് വൃക്ഷാരോപണം കരണീയം, വൃക്ഷാരോപണം ചെയ്യാം. പര്യാവരണത്തെ സംരക്ഷിക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വൃക്ഷങ്ങള് ആരോപണം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് നട്ട് വളർത്തുക. വനാനി രക്ഷണീയാനി, വനങ്ങളെ നമുക്ക് രക്ഷിക്കാം. ജലം ന ദൂഷിതവ്യം, നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ജലത്തെ നശിപ്പിക്കരുത് അല്ലെങ്കിൽ ജലത്തെ നമ്മൾ ദുഷിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദുഷിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മൾ വേസ്റ്റ് കാര്യങ്ങളൊന്നും ജലത്തിലേക്ക് കൊണ്ട് നിക്ഷേപിക്കാതിരിക്കുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇടാതിരിക്കുക അല്ലെ. നമ്മളൊരു പുഴയൊക്കെ കാണുന്ന സമയത്ത് എന്തോരം അലങ്കോലപ്പെട്ടിട്ടാണ് ആ പുഴയൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള രീതികളൊന്നും ഉണ്ടാകാൻ പാടില്ല. ജലത്തിനുള്ള സ്ഥലം എന്ത് ചെയ്യണം? എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക. ഓക്കെ. വായു മലിനീകരണം
ന്യൂനീകരണീയം, വായു മലിനീകരണം എന്താണ്? കുറച്ചായിട്ട് കൊണ്ടുവരണം. പ്ലാസ്റ്റികസ്യ ഉപയോഗഃ ന്യൂനഃ കരണീയഃ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ന്യൂനഃ കുറച്ചിട്ട് കരണീയഃ ചെയ്യാം, പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതൊക്കെ വളരെ കുറക്കാം. പർവ്വത ഖനനം ച നിയന്ത്രിതം കരണീയം, പർവ്വത ഖനനങ്ങളൊക്കെ തന്നെ, പർവ്വതങ്ങളെ ഖനനം ചെയ്യുന്നതൊക്കെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് അല്ലെ, അപ്പൊ അതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ചെടികളൊക്കെ നട്ടു വളർത്തുക, അതുപോലെ വനങ്ങളെയൊക്കെ സംരക്ഷിക്കുക അല്ലെ, വനങ്ങളെ സംരക്ഷിക്കുക, പിന്നെ ജലത്തെ ദുഷിപ്പിക്കാതിരിക്കുക, വായു മലിനീകരണമൊക്കെ കുറച്ചു കൊണ്ടുവരിക, അതുപോലെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, പർവ്വതങ്ങളുടെ ഖനനം നിയന്ത്രിക്കുക. ഒരുപാട് കുന്നൊക്കെ ബിൽഡിംഗ് ഒക്കെ നടത്തുന്നതിന് പകരം കുറച്ചൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ, നമുക്കിപ്പോ ഒരു സ്കൂൾ തുടങ്ങണം, അങ്ങനെ പ്രധാനപ്പെട്ട ആവശ്യമാണെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങളിലേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റിവെക്കുക തന്നെ ചെയ്യാം. പ്രകൃതി അസ്മാകം മാതാ അസ്തി അതഃ പര്യാവരണസ്യ സംരക്ഷണം സർവേഷാം കർത്തവ്യമസ്തി. പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ മാതാവാണ്, നമ്മുടെ അമ്മയാണ് അല്ലെ. അതഃ പര്യാവരണസ്യ സംരക്ഷണം, അതുകൊണ്ട് തന്നെ പര്യാവരണത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് സർവേഷാം കർത്തവ്യമസ്തി, സർവേഷാം എല്ലാവരുടെയും കർത്തവ്യമാണ്. പ്രകൃതി രക്ഷതി രക്ഷിതഃ, പ്രകൃതിയെ രക്ഷിച്ച രക്ഷിതഃ അല്ലെ, പ്രകൃതി നമ്മളെ രക്ഷിക്കുന്നുണ്ട്, നമുക്ക് പ്രകൃതിയെ രക്ഷിക്കാം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇതി ഭാവനയ വയം സർവേ പര്യാവരണ സംരക്ഷണായ പ്രയത്നം കുർമ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാവനയില് പര്യാവരണ സംരക്ഷണത്തിനായിട്ട് നമുക്ക് പ്രയത്നിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. പര്യാവരണസ്യ സംരക്ഷണേന ഏവ അസ്മാകം ഭവിഷ്യത് സുരക്ഷിതം ഭവതി. എന്താണ്? പര്യാവരണം സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് അസ്മാകം, നമുക്ക് ഭാവിയിൽ എന്തുണ്ട്? സുരക്ഷിതം ഭവതി, ഭാവി ഭദ്രമാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ഭാവിയിലെ തലമുറക്ക് വേണ്ടിയിട്ടാണ് മരങ്ങളൊക്കെ നടുക എന്നൊക്കെ പറയുന്നത്. മിസ് ഒരു മരം നട്ടു, ചില സമയത്ത് മിസ് ഉള്ള സമയത്ത് അതിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാല് ഭാവിയിൽ ഉണ്ടാകുന്നവർക്കൊക്കെ അത് ഉപകാരപ്രദമാവില്ല. നമുക്ക് ഇന്ന് റോഡുകളിൽ കാണുന്ന മരങ്ങൾ നമ്മൾ ആരെങ്കിലും പോയി അവിടെ വൃക്ഷങ്ങളൊക്കെ നട്ടതാണോ? അല്ല അല്ലെ, ആരൊക്കെയോ നട്ടു, അതൊക്കെ അങ്ങനെ വളർന്നു വന്നു, അപ്പൊ അതിന്റെ തണല് നമുക്കും കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മളൊരു കാര്യം ചെയ്യുന്നത് നാളത്തേക്ക് കൂടി വേണ്ടി ആയിരിക്കണം. ഇന്ന് നമുക്ക് ആവശ്യമാണെങ്കിലും നാളെയുടെ ഒരു വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും അല്ലെ, അപ്പൊ അതുപോലെ നാളത്തേക്കും കൂടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. യെസ്, അപ്പൊ അത്രയും കാര്യമാണ് ഈ ഒരു എസ്സേയില് പറയുന്നത്. താങ്ക് യു.